ആദ്യം നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. വെടിനിർത്തൽ കരാർ ഭാഗികമായി അംഗീകരിച്ച ഹമാസ്. ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കും. സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യം. അമേരിക്കയിൽ ധനപ്രതിസന്ധി രൂക്ഷം. ധനാനുമതി ബില്ല് വീണ്ടും പരാജയപ്പെട്ടു. സെനറ്റിൽ നാളെ വീണ്ടും വോട്ടെടുപ്പ്. ഷട്ട്ഡൌൺ 3-ാം ദിനത്തിലേക്ക്. ആ ഭാഗ്യവാനെ ഇന്നറിയാം. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക്. ഒന്നാം സമ്മാനം 25 കോടി രൂപ. അച്ചടിച്ചത് 75 ലക്ഷം ടിക്കറ്റുകൾ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിലും പീഠം കാണാതായതിലും വ്യക്തത തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളും അന്വേഷിക്കും. ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വിലയിരുത്തലിൽ ദേവസ്വം വിജിലൻസ്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് കേരളത്തിന്റെ ആദരം. മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പാറ്റ്നയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് സൂചന.